എന്തായാലും കേരളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. 2026 എന്തായാലും ഒരു ഭരണമാറ്റം ഉറപ്പാണ് എന്ന് കേരളം ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ പറയുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവിടെ ഇവിടെയുമുള്ള ചില സൈബർ സഖാക്കൾ മാത്രമാണ് അതിനെതിരെ ചില ന്യായീകരണങ്ങളുമായി അവരുടെ ചില കമന്റുകൾ, ചില സർവേ ഫലങ്ങളും, അതായത് UDF അനുകൂലമായിട്ടുള്ള ചില വീഡിയോയുടെയും പോസ്റ്റുകളുടെയൊക്കെ താഴെ വരുന്ന ഇവരുടെ കമന്റുകൾ കാണുമ്പോൾ തന്നെ അറിയാം അവർ അസ്വസ്ഥരാണ്. പണ്ട് യദു ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ അസ്വസ്ഥരാണ്. അതുപോലെ ഇവിടുത്തെ കേരളത്തിലെ സൈബർ സഖാക്കന്മാർ വല്ലാതെ അസ്വസ്ഥരാണ്. അവരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ചരിത്ര വിജയം കൈവരിക്കുമെന്നാണ് ഒരു സർവേ ഫലം ഇപ്പോൾ വന്നിരിക്കുന്നത്. വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന് വേണ്ടി അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര നടത്തിയ സമഗ്ര സർവേ റിപ്പോർട്ടിലാണ് ഇപ്പോൾ UDF ചരിത്ര വിജയം നേടും എന്ന ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. UDFന് 91 സീറ്റുകൾ നേടാനാകുമെന്നാണ് ഈ സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത്. 91 എന്ന് പറഞ്ഞാൽ അത് ഒരു സർവേ 2 ലക്ഷം പേരെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ഒരു സർവേ ആണിത്. അപ്പൊ ഈ സർവേയിൽ ഈ 91 ആണെങ്കിൽ എന്തായാലും അതിനേക്കാളും കൂടുതൽ തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇപ്പോൾ LDF സർക്കാർ നേരിടുന്ന പ്രതിസന്ധി വലിയ രീതിയിൽ തന്നെയാണ്. ഈ ജനങ്ങളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ തന്നെയാണ് ഈ പിണറായി സർക്കാർ, LDF സർക്കാരിനെ വെറുത്ത മട്ടിലാണ് ആൾക്കാരുടെ പ്രതികരണങ്ങൾ. നമുക്കിപ്പോ സാധാരണക്കാരുടെ പ്രതികരണം ആരാഞ്ഞാൽ അറിയാൻ കഴിയും. അവർ മടുത്തു. അവർ 5 വർഷം, സാധാരണഗതിയിൽ പണ്ട് 5 വർഷം എന്ന് പറഞ്ഞ് മാറി മാറി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പകരം ഈ 10 വർഷം ജനങ്ങൾ മടുത്തു, ശരിക്കും മടുത്തു എന്ന് തന്നെ പറയാം. അപ്പോ ഇപ്പൊ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ജയിലിലെ വേതന വർധനവിനെ കുറിച്ച് തന്നെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് തോന്നുന്നു ചർച്ചയിൽ കുറച്ച് വിവരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ ജയിലിലെ അന്തേവാസികൾക്ക് വരുമാനം വേണം, അവരെ തൊഴിലെടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വാദിച്ചു കൊണ്ടുവരുന്നത് കണ്ടാൽ തന്നെ അറിയാം ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അത് വാദിക്കുന്നതായിട്ട്. ആ ചർച്ച കഴിഞ്ഞതോട് തന്നെ ഈ സഖാക്കന്മാരെല്ലാം ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. അതേപോലെ അദ്ദേഹമാണ് അത് ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അദ്ദേഹമല്ല അത് ചെയ്തത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ അദ്ദേഹമാണ് ഈ ഒരു ജയിൽ തടവുകാർക്ക് ജോലി കൊടുക്കണമെന്നും അവർക്ക് അവിടെ വേതനം കൊടുക്കണമെന്നും അത് ഒരിക്കലും അവർക്ക് ലാവിഷായി ജീവിക്കാനുള്ളതല്ല, അവരുടെ ആശ്രിതർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നും മാത്രമല്ല ഇരകളായവർക്ക് ചിലർക്ക് ശിക്ഷയോടൊപ്പം നഷ്ടപരിഹാരം ഇരയ്ക്ക് കൊടുക്കണം എന്നുണ്ടാവുമല്ലോ. ആ വിധികളിൽ ഇതിന്റെ ഒരു അംശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇദ്ദേഹം എന്താണ് ചർച്ചയിൽ വാദിക്കുന്നത് ഞാനാണ്, ഏതോ ആൾക്ക് 3000 രൂപ വെച്ച് അദ്ദേഹം കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാദങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഈ സഖാക്കന്മാർ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. നമുക്ക് ഈ സർവേയിലേക്ക് വരാം. അതായത് 2 ലക്ഷത്തോളം ആൾക്കാരുടെ പ്രതികരണങ്ങൾ ശേഖരിച്ചാണ് ഈ സർവേ ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം, LDFന് കനത്ത തിരിച്ചടി എന്നാണ് പറയുന്നത്. LDF 49 സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. 99 സീറ്റുമായാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അവിടെ നിന്ന് 49ലേക്ക് പോകുകയാണ് എങ്കിൽ എന്താണ് ഒരു സർക്കാരിന്, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പതനമായിരിക്കും. അത് 110 എന്നതാണ് അവർ പറയുന്നത്. എന്താണ് ഇടതുമുന്നണി പറയുന്നത് മൂന്നാമതും തങ്ങൾ അധികാരത്തിൽ വരും, 110 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ സർവേയിൽ പറയുന്നത് 91 സീറ്റാണ് UDFന്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തങ്ങൾ 100 സീറ്റോടുകൂടി 100 സീറ്റാണ് കോൺഗ്രസിന് UDFന് ലഭിക്കാൻ പോകുന്നതെന്നാണ്. അപ്പൊ 110ൽ നിന്ന് 49 എന്ന് പറയുന്നത് എന്താണ് ഈ ഭരണപരാജയം വിളിച്ചു പറയുന്നത്. ഭരണപരാജയം മാത്രമല്ല, ഈ സഖാക്കന്മാരുടെ ഒരു ഇതുണ്ടല്ലോ, ജനങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണ് ഇവർ തകർത്തത് എന്നുള്ള കാര്യം ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായി വരുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറ്റവാളി ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇവർ എങ്ങനെയാണ് ഇവരുടെ അധികാരം ഉപയോഗിച്ച് അയാളെ വേട്ടയാടുന്നത് എന്ന് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ചാനലുകളിലും ജനങ്ങളുടെ പ്രതികരണം കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണ്ട എന്ന് ഇവിടെ ഒരു മനുഷ്യനും പറയുന്നില്ല. പക്ഷേ ഇവർ അയാളെ എങ്ങനെയാണ്, അതായത് മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തരമന്ത്രി ഒരു വാഴയാണ് എന്ന് പറയുകയും എടോ P വിജയ എന്ന് ആക്രോശിക്കുകയും ചെയ്തതിന്റെ പക വീട്ടുന്നത് പോലെ വളരെ ക്രൂരമായി
അയാളെ അപ്രോച്ച് ചെയ്യുന്നത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇരയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാട് എന്താണ്, ഇരകളെ സംരക്ഷിക്കാനും ഇരയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇവർ കാണിക്കുന്നത്. അതെങ്ങനെയൊക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാം, ഇതെങ്ങനെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം. മൂന്നാമതും CPM അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അധികാരത്തിൽ വരണം, അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല. അതിപ്പോ രാഷ്ട്രീയ പകലപോക്കലിനാണെങ്കിൽ പണ്ട് സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് പോലെ കോൺഗ്രസിലെ നേതാക്കളെ ഇനിയും കൊടുക്കാൻ അവർ ശ്രമിക്കും. കാര്യം തെരഞ്ഞെടുപ്പിന് ഇനിയും 3 മാസത്തോളം ഉണ്ട്. അതിനിടയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും. കാര്യം 10 വർഷം പിണറായിക്ക് തുടർഭരണം നഷ്ടപ്പെടുത്താനാകില്ല. കാര്യം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പലരും അകത്താകുകയും ചെയ്യും. കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടി മൊത്തത്തിൽ പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല പാർട്ടി പെട്ടിരിക്കുന്നു, അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു സൈബർ പോരാളികളുടെയും അണികളുടെയും എല്ലാം ഒരു ശ്രമം ഇത് UDFന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യാജ എന്ന് വിളിച്ച് കളിയാക്കിയതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ വ്യാജ പ്രചരണം നടത്തുന്നതിൽ പ്രധാനികൾ ആരൊക്കെയാണ്? ഈ LDFകാർ, പ്രത്യേകിച്ച് CPMകാരാണ്. അപ്പൊ ഇത് എങ്ങനെയും UDFന്റെ തലയിൽ വെക്കണം. അവരുടെ ഓരോ ആൾക്കാർ അകത്തായപ്പോഴെല്ലാം അവർക്കൊന്നും മിണ്ടാനില്ല. അവരുടെ പാർട്ടിക്കാരകത്തായിട്ടും അവർക്കൊന്നും തള്ളിപ്പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയും ഇത് UDFന്റെ തലയിൽ കെട്ടും. ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാം, അവർ കൃത്യമായ വഴിയിലൂടെ തന്നെ മുന്നേറും. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത് അവരല്ല ഇത് ചെയ്തിരിക്കുന്നത്, ഇത് പണ്ട് UDFന്റെ കാലത്ത് നടന്നതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഇതെല്ലാം ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പൊട്ടരല്ല. പണ്ടത്തെ പോലെ ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയാൻ പത്രം മാത്രമല്ല ഇപ്പോൾ ആശ്രയിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും എല്ലാ തെരഞ്ഞെടുപ്പും കിറ്റ് കൊടുത്ത് വിജയിക്കാനാകില്ല മനസ്സിലായി. ഇതുപോലെ മുൻപൊരു തവണ LDF ഭരണത്തില് നയനാരായിരുന്നു മുഖ്യമന്ത്രി, EK നയനാർ. അദ്ദേഹം ആ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ആട്, കോഴി, പൂച്ച, പട്ടി, താറാവ് അങ്ങനെ എന്തൊക്കെയോ ജനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർ അമ്പേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അത് LDFന് അന്ന് ഏറ്റവും ഒരു വലിയ തിരിച്ചടി. അപ്പൊ അവരത് അതിശയിക്കും, ഇത്രയും ജനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിട്ടും എന്തുകൊണ്ട് തോറ്റു എന്നത് അവിടെ അവർക്കൊരു തിരിച്ചടിയായിരുന്നു. ഇവർ വിചാരിക്കുന്നത് ഈ കുടുംബശ്രീയിലൊക്കെ, ഞാൻ എനിക്ക് നേരിട്ട് ഒരാളോട് സംസാരിച്ച് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോ തയ്യൽ പഠിക്കാനായിട്ട് കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് സഹായം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ വാരി വിതറും. അപ്പോ തയ്യൽ പഠിപ്പിക്കാനായിട്ട് ആൾക്കാരെ കൊണ്ടുവരും. ഒരാൾക്ക് 1000 രൂപ കയ്യിൽ വെച്ചു കൊടുക്കും. തയ്യൽ സൂചിയിൽ നൂല് കൊരുക്കാൻ പോലും അറിയാത്ത ഒരാളായിരിക്കും അവിടെ തയ്യൽ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ് എഴുതി ഒപ്പൊക്കെ ഇടുന്നത്. പക്ഷെ ആളിന്റെ പേരിൽ 10,000-ങ്ങളാണ് ഇവർ എഴുതി വാങ്ങിക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കുടുംബശ്രീയുടെ പേരിൽ നടത്തിയ വമ്പൻ അഴിമതികൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പുനർജനിയുടെ കേസ് പറഞ്ഞ് VD സതീശനെതിരെ ഇവർ ആരോപണം ഉന്നയിച്ചു. ആ കേസ് എവിടെ പോയി? ഇപ്പോ ഒരിടത്തും അതിപ്പോ പറഞ്ഞു പോലും കേൾക്കാല്ലേ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ആരോപണം ഉന്നയിക്കുമ്പോൾ അവർക്കെതിരെ വരുന്നത് അതിനേക്കാൾ വലിയ ആരോപണങ്ങളും അതിന് തെളിവ് സഹിതം അവിടെ അവർ പൊളിച്ചെഴുതപ്പെടുമെന്നുള്ള കാര്യം അവർക്ക് നല്ല ബോധ്യമുണ്ട്. വെറുതെ ചില ഗിമ്മിക്കുകൾ കാണിച്ചു UDFനെ താറടിച്ച് കാണിക്കാൻ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ താറടിച്ച് കാണിക്കാൻ ഇവർ പല വിധത്തിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഈ കുതിർന്ന പടക്കം പോലെ പോവുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങളും അത് തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഫലമാണ് ഈ സർവേ ഫലം. ഈ സർവേയിൽ പറയുന്നത് UDFന് 44.97%, LDFന് 39.34%, NDAക്ക് 14.72% എന്നിങ്ങനെയാണ് ഈ സർവേയിൽ പറയുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സാധ്യതയിൽ ഇതിൽ പറയുന്ന പേര് VD സതീശന്റേതാണ്, പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ പേരും പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയും ഇത് ഒരു 2 ടേമായി മുഖ്യമന്ത്രി സ്ഥാനം ഭാഗിക്കാനുമാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി സാധ്യതയായിട്ട് പറയുന്നത് 19.89% പിന്തുണ മാത്രമാണ്. ഇപ്പൊ UDFന് അനുകൂലമായ ഒരു തരംഗമാണെന്ന് നമുക്കറിയാം. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതുമാണ്. അധികാര വിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാൻ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഐക്യം ഈ പറയുന്ന പോലെ UDFന് അനുകൂലമാകും. പിന്നെ നേതൃത്വത്തിന്റെ പുതുക്കൽ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. കോൺഗ്രസിന് ഇതുവരെ ഇല്ലാത്തൊരു ഐക്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നിലനിർത്താൻ കഴിഞ്ഞാൽ അത് UDFന് അനുകൂലമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDFന്റെ ഐക്യത്തിലുപരി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ UDFന് പിന്നിൽ ഐക്യത്തോടെ അണിനിരക്കുന്നു എന്ന കാഴ്ചയാണ്. കാരണം ശബരിമലയിലെ സ്ത്രീ പ്രവേശനം മുതൽ BJP ഒരു ഭൂരിപക്ഷ ഈ മതം, ജാതി, വിശ്വാസം ഇതിനെയെല്ലാം കുത്തിത്തിരുകി ആൾക്കാരെ പറ്റിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി
ഉണ്ടാക്കിയ LDF-ഉം CPM-ഉം എല്ലാം അവരും ഇതേ തന്ത്രം ഇവിടെ പയറ്റാൻ തുടങ്ങി. അയ്യപ്പ സംഘമൊക്കെ സംഘടിപ്പിച്ചത് തന്നെ ഈ മതവും വിശ്വാസവും ചൂഷണം ഇത് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ UDF-നോടൊപ്പം തന്നെയാണ് എന്ന കാര്യവും ഈ സർവേയിൽ പങ്കെടുത്തവർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇനി പറഞ്ഞിരിക്കുന്നത് LDF നേരിടുന്ന വെല്ലുവിളികളാണ്. ആദ്യം പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും വെല്ലുവിളിയായിട്ട് ചെല്ലും. പിന്നെ നഗരപ്രദേശങ്ങളിലുള്ള പിന്തുണ നഷ്ടപ്പെട്ടു. നമുക്കറിയാം തിരുവനന്തപുരത്ത് മേയർക്കെതിരെയുള്ള വികാരം പോലും അതിനൊരു ഉദാഹരണമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, ക്രമക്കേടുകൾ ഇതെല്ലാം ഈ സർക്കാരിനെ താഴെ ഇറക്കുമെന്നാണ് സർവേയിൽ. സാമ്പത്തിക പ്രശ്നം പറയുമ്പോൾ ഇപ്പോ സർക്കാരിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു സമരം സംഘടിപ്പിച്ചായിരുന്നു. അതിൽ എന്നാലും UDF പ്രതിപക്ഷം അതിൽ പങ്കെടുത്തില്ലായിരുന്നു. അത് എന്തിനായിരുന്നു എന്ന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇപ്പൊ എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് നടക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ കഴിയും. കേന്ദ്രത്തിനെതിരെ എന്തിനാണ് ഈ കേരളത്തിലെ LDF സർക്കാർ സമരം പ്രഖ്യാപിച്ചത്? കടം എടുക്കുന്നതിന്റെ ലിമിറ്റ് കടത്തിനുള്ള പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് വീണ്ടും വീണ്ടും കടം എടുക്കുക എന്നുള്ളത് കേരളത്തിലെ ഓരോ വ്യക്തിയെയും, ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ പോലും കടക്കണിയിലാക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നയമാണ് LDF സ്വീകരിച്ചു പോകുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിപ്പോ മൊത്തത്തിൽ സംസ്ഥാനം മൊത്തത്തിൽ കണക്കെടുത്ത് ഈ സർവേയുടെ ഫലം പരിശോധിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. എന്നാൽ അത് ജില്ലാ വൈസ് എടുത്ത് പരിശോധിച്ചാലും മറിച്ചല്ല ഈ അവസ്ഥ എന്ന് പറയുന്നത്. UDF-ന് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് ഓരോ ജില്ലകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻപിച്ച നേട്ടം തന്നെ കൈവരിക്കും.